ശ്യാമേ, നമ്മുടെ നാട്ടിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വരവ് തുടങ്ങിയിട്ട് കുറേ നാളായി. അവർ ഇല്ലാതെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അപ്പോഴാണ് പെരുമ്പാവൂരിൽ ഈ മൊബൈൽ ഷോപ്പ് കേന്ദ്രീകരിച്ചിട്ട് പലപ്പോഴും ഉള്ള പരാതി വ്യാജ ആധാർ കാർഡുമായിട്ട് ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നിട്ട് അവിടെ നിന്നിട്ട് പല ആളുകൾക്കും സുരക്ഷിത സ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു പരാതി അത് ശരിയുമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെരുമ്പാവൂരിൽ മൊബൈൽ ഷോപ്പ് കേന്ദ്രീകരിച്ചിട്ട് വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ആസാം സ്വദേശിയാണ് അയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഇത് കഴിഞ്ഞ വർഷം അവസാനം ഇത് നേരത്തെ തന്നെ, അതായത് മിലിറ്ററി ഇൻ്റലിജൻസ്, കേന്ദ്ര മിലിറ്ററി ഇൻ്റലിജൻസ് കേരള പോലീസിനെ, കേരള ആഭ്യന്തര വകുപ്പിനെ രേഖാമൂലം അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ വ്യാപകമായി ബംഗ്ലാദേശുകാർ കേരളത്തിൽ തമ്പടിച്ചിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ പശ്ചിമ ബംഗാളിന് ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിൽ വ്യാപകമായി ബംഗ്ലാദേശികൾ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളൊരു നിർദ്ദേശം അവിടുത്തെ മിലിറ്ററി ഇൻ്റലിജൻസ് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞാൽ ഈ ഒരു നിർദ്ദേശം വരുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. ഈ ബംഗ്ലാദേശികളെ കുറിച്ചുള്ള നിർദ്ദേശം വരുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. അത് പോരാഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസിൻ്റെ ഇൻ്റലിജൻസിന് റിപ്പോർട്ടുണ്ടായിരുന്നു വ്യാപകമായി ഇവരിവിടെ കടന്നുകൂടുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു കേന്ദ്ര ഏജൻസിയും ആഭ്യന്തര ഏജൻസിയും ഇവിടെ റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ വളരെ രഹസ്യമായി പ്രഖ്യാപിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ. അത് കഴിഞ്ഞ വർഷം അവസാനം മുതൽ സംസ്ഥാനത്ത് പോലീസ് നടത്തുന്നുണ്ട്. പോലീസ് നടത്തിയ പ്രകാരം നേരത്തെ എറണാകുളത്ത് 27, അത് കഴിഞ്ഞ് എറണാകുളം റൂറൽ 7, പിന്നെ അതുപോലെ തന്നെ വൈപ്പിൻ മേഖലയിൽ വൈപ്പിൻ ഞാറക്കലിൽ നിന്ന് ഒരാൾ, പിന്നെ ഫെബ്രുവരി 20-ാം തീയതി അന്തിക്കാട്, തൃശ്ശൂർ അന്തിക്കാട് പോലീസ് ചെമ്മപ്പള്ളിയിൽ നിന്ന് പരിശോധനയിൽ 3 പേര്, ഫെബ്രുവരി 8-ാം തീയതി തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്ന് 2 പേര്. ഈ ഓപ്പറേഷൻ ക്ലീനിൻ്റെ ഇടയ്ക്ക് പിടിച്ച ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പോൾ അതുകൂടാതെ പിടിച്ച ഒരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ എത്തുകയും അവർ കുടുംബമായി ഇവിടെ താമസിക്കുക, അവരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുകയും ഇതൊന്നും പോരാഞ്ഞിട്ട് അവരിവിടെ വസ്തു മേടിച്ച് വീട് വെച്ച് താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വ്യാപകമാണ് എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതാത് മേഖലയിൽ ഈ ഓപ്പറേഷൻ ക്ലീന് പോലീസിൻ്റെ ടീമിന് അതാത് മേഖലയിലെ പോലീസിന് അവരുടേതായിട്ടുള്ള ഒരു പേരിടാൻ പറ്റും. അപ്പോൾ പെരുമ്പാവൂരിൽ അവരിട്ടിരിക്കുന്ന ഇതിൻ്റെ പേരാണ് ക്ലീൻ പെരുമ്പാവൂർ എന്നാണ് അവർ ഇട്ടിരിക്കുന്നത്, പെരുമ്പാവൂർ പോലീസ് ഇട്ടിരിക്കുന്നത്. എറണാകുളം റൂറലാണ് ഈ പെരുമ്പാവൂർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നടത്തിയ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയും അവിടുത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ അസ്ലം മൊബൈൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അത് രഹസ്യ വിവരമായിരുന്നു. അസ്ലം മൊബൈൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായിട്ടുള്ള ഹജ്റുൽ ഇസ്ലാം എന്ന് പറയുന്ന യുവാവ്, ഇവൻ ആസാം സ്വദേശിയാണ്. ആസാം സ്വദേശിയായിട്ടുള്ള ഇവൻ അവിടെ വ്യാജരേഖകൾ വ്യാപകമായി നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ഇവൻ അവിടെ കൊണ്ടുവന്ന്, നമ്മളിപ്പോൾ ഏത് മൊബൈൽ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏത് സിം എടുക്കണമെങ്കിലും നമ്മൾ ആധാർ കാർഡ് കൊടുക്കണം, അവർക്ക് കോപ്പി കൊടുക്കുന്ന പോരാഞ്ഞിട്ട് ആധാർ കാർഡ് സ്കാൻ ചെയ്യണം, ഒപ്പം നമ്മുടെ ഫോട്ടോ എടുത്ത്, അങ്ങനെയാണല്ലോ സിം ഇപ്പോൾ നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ സ്കാൻ ആവുന്ന ആധാർ കാർഡിൻ്റെ കോപ്പി അവൻ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഈ പറയുന്ന പുറത്തു നിന്ന് വരുന്നവർക്ക് വേണ്ടി ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്നവർ, ഇതര സംസ്ഥാനക്കാരെന്നല്ല, ബംഗ്ലാദേശിൽ നിന്നും അതിർത്തി കടന്ന് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ അടക്കം കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നിട്ടുള്ളവർ ഇപ്പോൾ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്ക് വ്യാപകമായി ആധാർ കാർഡ് ഇവൻ അടിച്ചു കൊടുക്കുകയാണ്, ടൈപ്പ് ചെയ്തോടെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് ഇവൻ പ്രവർത്തിക്കുകയാണ്. ഒരു പാരലൽ ഗവൺമെൻറ് ഇവനാണ് ആധാർ ഇപ്പോൾ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോണേട്ടൻ ചെന്ന് അവൻ്റെ കടയിൽ ചെന്നിട്ട് ആധാർ കൊടുത്ത് ഒരു സിം എടുക്കുകയാണെങ്കിൽ നാളെ ജോൺ എന്നുള്ള പേരിൽ ഏതെങ്കിലും ഒരു ബംഗ്ലാദേശി ഇവിടെ കറങ്ങി നടക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൽ നേരത്തെ പിടിച്ച 27 പേര് ഇവിടെ ഈ നാട്ടിലുള്ളവരുടെ കൃത്യമായ പങ്ക് ഇക്കാര്യത്തിലുണ്ട്, ഇല്ലാന്ന് ഒരു കാരണവശാലും പറയില്ല. കാരണം നേരത്തെ പിടിച്ച 27 പേരെ ബംഗ്ലാദേശികളെ എറണാകുളത്ത് നിന്ന് പിടിച്ചപ്പോൾ ഇവർക്ക് വീട് വാടകയ്ക്ക് കൊടുത്ത ആരാണ് എന്നുള്ള പോലീസിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പം ഈ മന്നം മേഖലയിലാണ് ഇവർ താമസിച്ചിരുന്നത്. അവിടെ പിടിച്ച ആരാണെന്നറിയാം, മന്നം കുഴിയിലകത്ത് ഹർഷാദ് ഹുസൈൻ, 54 വയസ്സ്. ഇയാൾ ആരാണെന്നറിയാമോ? ചിറ്റാറ്റുകരയിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്. കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഹർഷാദ് ഹുസൈനാണ് ഇത്രയും പേരെ, 27 പേരെ ബംഗ്ലാദേശികളെ ഇവിടെ ജോലിക്കെന്ന പേരിൽ ഈ എറണാകുളത്ത് കൊണ്ടുവന്നത്.
ഈ അർഷാദ് ഹുസൈനെ പോലീസ് കേസെടുത്തു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശികൾ ആണ് എന്ന് അറിഞ്ഞിരിക്കെ അവർക്ക് വ്യാജരേഖ സംഘടിപ്പിച്ച് കൊടുക്കാനും അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കാനും ഇവിടെ ഉടമയെ പറ്റിച്ച് വീട് വാടകയ്ക്കെടുത്ത് വാടകയ്ക്ക് കെട്ടിടം നൽകിയ വാടക ഉടമയെ അടക്കം പറ്റിച്ചുകൊണ്ട് കെട്ടിടം കൊടുത്തു എന്നാണ് ഈ പരാതി. ഇയാൾ ബംഗ്ലാദേശികളാണെന്ന് ഇയാൾക്ക് അറിയാമായിരുന്നു. അതിൻ്റെ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത്. ഇയാളെ കേസെടുക്കുന്നത് ഇവന്മാരെ പിടിച്ചും 1 മാസം കഴിഞ്ഞിട്ടാണ് ഇയാളെ കണ്ടെത്തുന്നത്. ആ കണ്ടെത്തിയ പ്രകാരമാണ് പിന്നീട് നടപടി സ്വീകരിച്ചത്. ഇവരെ ഇത്രയും പേരെ ഇപ്പോൾ രാജ്യം കടത്താനുള്ള നടപടിക്രമങ്ങൾ, ഈ 27 പേരെയും രാജ്യം കടത്താനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അർഷാദ് ഹുസൈനെ എങ്ങോട്ട് വിടും? അവർ ബംഗ്ലാദേശികളായതുകൊണ്ട് അവർക്ക് ബംഗ്ലാദേശിൽ പോവാം. ഈ അർഷാദ് ഹുസൈൻ ഇനി എന്തോ ചെയ്യുന്നുള്ളതാണ് വലിയ കുഴപ്പം. അർഷാദ് ഹുസൈനെ ഇവിടെ നിർത്താൻ പറ്റൂല, ബംഗ്ലാദേശിൽ നിർത്താൻ പറ്റൂല. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഇനി വിളിച്ചുകൊണ്ട് വരുമെന്നാണ് സംശയം. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളാണ് ഇവിടെ നടത്തിയത്. അപ്പോൾ അതായത് ഇവിടെയുള്ള ഒരു ഈ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യം കൊണ്ട് വ്യാപകമായി ഇതിന് അനുമതി കൊടുക്കുകയാണ്. നിങ്ങൾ അപകടത്തെ വിളിച്ചു വരുത്തിയാണ്. വളരെ തുറന്നു പറയാവുന്ന ഒരു കാര്യമാണ്. അപകടത്തെ വിളിച്ചു വരുത്തിയാണ്. അവർ പതിയെ കടന്നുകൂടും. അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളതെന്ന് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിരുന്നതെന്ന് അറിയണമെങ്കിൽ എക്സിൽ കയറിയിട്ട് ബംഗ്ലാദേശ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എക്സിൽ കയറിയിട്ട് ജാനുവരി വേണ്ട, ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് രാജ്യം വിട്ട ശേഷമുള്ള ആ രാജ്യത്ത് നടത്തിയിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് എക്സിൽ പോയി ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ മാത്രമല്ല ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അതെ, അവർക്ക് ഈ പറയുന്ന ക്രൂരത എന്ന് പറയുന്നത്, ക്രൂരത എന്ന് പറയുന്നത് അവരുടെ ജെനറ്റിക്കലി ഉള്ള രീതിയാണ് അവർക്ക് അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ ഒരു കാരണവശാലും നമ്പാൻ പറ്റാത്ത ഒരു കൂട്ടരാണെന്ന് അവർ തന്നെ പലതവണ തെളിയിച്ചിട്ടുള്ളൂ. ആ രാജ്യം തന്നെ പലതവണ തെളിയിച്ചിട്ടുണ്ട് അവരെ നമ്പാൻ കൊള്ളില്ലാന്ന്. കാരണം അവർ ഇന്ത്യ പോലൊരു രാജ്യം ഇത്രയും സഹായം ചെയ്യുകയും നമ്മുടെ രാജ്യം ഇത്രയും സഹായം അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മളെ നോക്കി കൊഞ്ഞണം കുത്തുന്ന ഒരു ടീമുകളാണ് ഇവർ. ആ രാജ്യത്ത് നിന്നല്ല, ഏത് രാജ്യത്ത് നിന്നുമുള്ള കുടിയേറ്റവും താങ്ങാൻ ഇന്ത്യക്ക് പറ്റില്ല. കാരണം നമ്മുടെ ജനസംഖ്യാ പെരുപ്പം അത്രത്തോളം ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഇവിടെ ആധാർ കാർഡ് കൊടുത്ത് ഇവിടെ വോട്ടർ ഐ ഡിയും കൊടുത്ത് കുറേ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ കുറേ പേരെ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നാളെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാല് തന്നെ ഇവർ വാരിക്കൊണ്ട് പോകും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വ്യാപകമായി ആധാർ കാർഡ് അടിച്ചു കൊടുക്കുമോ? അതെ, ആധാർ കാർഡ്, അതായത് ആധാർ കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ ഇതിന് തട്ടിപ്പുണ്ടെങ്കിൽ ഇത് പിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒറിജിനൽ ആധാർ കാർഡിൽ ഫോട്ടോ മാറ്റി കളിക്കുന്നത്. അപ്പോൾ എളുപ്പം ഇത് പിടിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇത് സ്കാൻ ചെയ്യുമ്പോൾ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് പേര് മാത്രം മാറ്റി കയറ്റിയാൽ മതി. അത് എളുപ്പത്തിൽ പറ്റുകയും ചെയ്യും. പോലീസിൻ്റെ സൈറ്റ് ഹാക്ക് ചെയ്യുന്നുണ്ടെന്നേ. അതെ, കേരള പോലീസിൻ്റെ സൈറ്റ് വരെ ഇടയ്ക്ക് ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നെ ഒരു ആധാർ കാർഡ് എടുക്കാൻ പാട്. കേരള പോലീസിൻ്റെ സൈറ്റ് വരെ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് വളരെ വിദഗ്ധമായി. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ വ്യാപകമായി കേരളം ഇവരുടെ ഒരു ഹബ്ബായി മാറിയിരിക്കുന്നു, സുരക്ഷിത സ്ഥലമായി മാറി. അതുകൊണ്ടാണല്ലോ ഇത്രയും കിലോമീറ്റർ താണ്ടി അവർ ഇവിടെ വരുന്നത്. വേറെ ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഈ അടുത്തിടയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി. പെരുമ്പാവൂരാണ് ഒരുത്തൻ ജോലി ചെയ്യുന്നത്. അവൻ അങ്കമാലിക്ക് ഇപ്പുറം ഒരു സ്ഥലത്ത് ഒരു വാട്ടർ ടാങ്ക് ജംഗ്ഷനാണ്. ആ ഒരു മേഖലയിൽ ഇവൻ എന്തെന്ന് വെച്ചാൽ വന്നു നിന്നു രാത്രിയിൽ. രാത്രിയിൽ വന്നു നിന്ന് അതുവഴി ജോലി കഴിഞ്ഞ് കടന്നു പോകുന്നവരുണ്ട്. അതായത് ആ മേഖലയിൽ രാത്രിയിൽ തുണിക്കടയിലടക്കം ജോലി ചെയ്ത് 7 മണി 8 മണി സമയത്തൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇതൊരു ആളൊഴിഞ്ഞ സ്ഥലമാണ്. ഇവൻ ഇവിടെ നിന്ന് ഒരു സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അവർ ബഹളമുണ്ടാക്കി. ആളുകൾ ഓടിക്കൂടി ഇവനെ പിടികൂടി പോലീസിന് കൈമാറിയപ്പോൾ ഇവൻ്റെ ആധാർ കാർഡ് നോക്കിയപ്പോൾ ഇവൻ്റെ ആധാർ കാർഡിലെ നമ്പർ പരിശോധിച്ചപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഇത് തെറ്റാണ്, ഇതുണ്ടാക്കിയെടുത്ത നമ്പറാണ്. ആധാർ കാർഡിലെ നമ്പർ വ്യാജമായിരുന്നു. ഇവൻ ബംഗ്ലാദേശ് സ്വദേശിയാണ്. അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവമാണിത്. മറ്റുള്ളവരെ അവരുടെ ഇരകളായി കരുതുക, അവർക്കുള്ള വിഭവങ്ങളായി കരുതുക. തങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, തങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മറ്റുള്ളവർ. എണ്ണത്താൽ ചുരുങ്ങിയവർ, ന്യൂനപക്ഷങ്ങൾ എന്നൊക്കെ കരുതുന്നവരാണവർ. അവരുടെ ഒരു സ്വഭാവമാണത്. ഞാനത് അടച്ചാക്ഷേപിച്ച് പറയുകയല്ല. പക്ഷെ അവരുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അതെ, അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത അവരുടെ രാഷ്ട്രപിതാവായി കരുതുന്ന ആളുടെ മുഖത്ത് കാറിത്തുപ്പി, അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യൂവിൽ കാറിത്തുപ്പി അത് ഇടിച്ച് പൊളിച്ചവരാണവർ. അവരുടെ നേതാക്കളെയൊക്കെ കൊന്നു തള്ളിയവരാണ്. അവർക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പാകിസ്ഥാൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയവരെ ആക്രമിക്കാൻ അവരുടെ ചരിത്രം പോലും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ. അങ്ങനെയുള്ളവരെ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പാടില്ല. ഇത് വിശാലമായ ലോകം എന്ന് പറയുന്നത് ഇവിടുത്തെ ചില സാംസ്കാരിക നായകന്മാരൊക്കെ പറയുന്നത് ലോകം വിശാലമാണ്, അതിരുകൾ പാടില്ല.
അതിരുകൾ പാടില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടിലേക്ക് പോകണമെന്നേ, അതാണ് വേണ്ടുന്നത്. അതിരുകൾ പാടില്ലാത്തവർ ഇവിടെ ബാക്കിയുള്ളവർക്ക് ജീവിക്കണം സമാധാനമായിട്ട്, വേണ്ടേ? ഇത് അനധികൃത കുടിയേറ്റമാണ്. അനധികൃത കുടിയേറ്റം ഉണ്ടായിക്കഴിഞ്ഞു. ഒന്നാമത് ഇവിടെ വിഭവങ്ങളുടെ അപര്യാപ്തത ധാരാളമുണ്ട്. വിഭവങ്ങളെന്ന് പറയുമ്പോൾ ജോലി അടക്കം അതിലുണ്ട്, തൊഴിൽ അടക്കം കാര്യങ്ങളിൽ ഈ അപര്യാപ്തത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. ഏത് ചെറുപ്പക്കാരെ നോക്കിയാലും അവർ +2 പാസ്സാവാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണിപ്പോൾ. എന്നാൽ അവർക്ക് പറ്റിയ ജോലികൾ ഒട്ടും ലഭിക്കുന്നതുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ട് എന്ന് കരുതിയിട്ട് പുറത്ത് മറ്റൊരു സംസ്ഥാനത്തിൽ പോയി കഴിഞ്ഞാൽ അതിന് ഇവിടെ ലഭിക്കുന്ന സാലറിക്ക് അനുസരിച്ച് സാലറി അവർക്ക് കിട്ടാറുമില്ല. IT മേഖലയിൽ ജോലി ചെയ്യുന്ന IT ഫീൽഡിൽ എക്സ്പീരിയൻസ് നേടിയിട്ടുള്ളവർ വരെ പുതിയൊരാൾ അവിടെ ആ ചെയറിലേക്ക് എത്തുമ്പോൾ അവർ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലും കാരണത്താൽ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയും അവർ വീട്ടിലിരിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് വലിയ പ്രശ്നങ്ങളാണ്. അതെ, ഓൾറെഡി നമുക്ക് പ്രശ്നങ്ങളേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഇവർ ഇങ്ങോട്ട് വരുന്നത്. ഇവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. ഇന്ന് രാവിലെ എന്നല്ല, നേരത്തെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. ഇവിടെ ബാർബർ ഷോപ്പിൽ പോലും ഇപ്പോൾ ബംഗാളികളാണ് നിൽക്കുന്നത്, ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവരേ ഉള്ളൂ. അതിപ്പോൾ ഏത് മേഖല, ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും സിറ്റിയിലാണെങ്കിലും എവിടെയാണെങ്കിലും. ഈ അടുത്തിടയ്ക്ക് തിരുവനന്തപുരം പൂജപ്പുരയിൽ ഒരു വാഹനം ഒരു സലൂണിലേക്ക് ഇടിച്ചു കയറി. വാഹനം ഈ റോഡരികിൽ ഒരാൾ നിന്നു, വാഹനം പഠിച്ചുകൊണ്ട് വരികയായിരുന്നു. പുതിയ വണ്ടിയാണ്, പക്ഷേ അത് ഓടിച്ചിരുന്ന ഒരു ലേഡിയാണ്. അവർക്ക് ഓടിക്കാൻ അറിയില്ല. പൂജപ്പുരയിൽ വെച്ച് അവർ ഈ വാഹനം തിരിച്ച് അവരുടെ നിയന്ത്രണം വിട്ടു. ഇതൊരു സലൂണിലോട്ട് ഇടിച്ചു കയറി. സലൂണിലേക്ക് ഇടിച്ചു കയറി ഇവരെ ഈ ഇടിച്ചു കയറി ഇദ്ദേഹത്തെ ആശുപത്രിയിലും കൊണ്ടുപോയി. ഈ പറയുന്ന സ്ത്രീ പോലീസ് വന്ന് ഡീറ്റെയിൽസ് എടുക്കാൻ വന്നപ്പോൾ ഇവർ പറയുന്ന ഭാഷ എന്താണെന്ന് പോലും പോലീസിന് മനസ്സിലാവുന്നില്ല. അവർ പറയുന്ന ഭാഷ എന്താണെന്ന്. അവസാനം വേറൊരാൾ വന്നിട്ടാണ് പോലീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അന്നേരം നിന്ന സ്റ്റാഫുകൾക്കാർക്കും പോലീസിന് മനസ്സിലാകുന്ന ഭാഷയിലല്ല അവരാരും സംസാരിക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. പോലീസിന് പോലും സംശയം ഇത് ഏത് രാജ്യത്തെ ഭാഷയാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ ധാരാളമായി ഉണ്ട്. അപ്പോൾ ഏതായാലും അസ്ലം ഇവിടെ ഒരു പാരലൽ ആധാർ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ അസ്ലം. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ അസ്ലം എന്നല്ല, ഇസ്ലാം ഹർജുൽ ഇസ്ലാം. ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഇവിടെ കടന്നുകൂടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ പടിയാണിത്. ഇത് പതുക്കെ ചവിട്ടിക്കയറി മുകളിലോട്ട് വരുമ്പോൾ ഇത് നമുക്ക് അരികിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ദൂരെ നിന്ന് വരുന്ന ഒരു വാഹനത്തിൻ്റെ വേഗത നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് അരികിലെത്തുമ്പോൾ അതിൻ്റെ വേഗത എത്രയാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. നമ്മളെ കടന്നു പോകുമ്പോൾ അതുപോലെയാണ് ഈ അപകടവും. ദൂരെ നിന്ന് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം നമുക്ക് മനസ്സിലാവില്ല. നമ്മളെ തൊട്ടരികിലെത്തണം, ജാഗ്രതയോടെ ഇരിക്കുക. ഇപ്പോഴേ വേണ്ട. ആ കാറ്റിൽ നമ്മൾ കരിയില പോലെ പറന്നു പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ശരി.